കത്തുന്ന വേനലിൽ ഔഷധക്കൂട്ടൊരുക്കി കേരള ഫയർ സർവീസ് ഉദ്യോഗസ്ഥർ. ദാഹശമനത്തിനൊപ്പം ആരോഗ്യ സംരക്ഷണം എന്ന ലക്ഷ്യത്തോടെയാണ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ദാഹജല പന്തലൊരുക്കിയത്. റിപ്പോർട്ട് കാണാം. കലോത്സവ നഗരിയിൽ കലയുടെ ആരവം മുറുകുകയാണ്. അതുപോലെ തന്നെ കലോത്സവ നഗരിയിൽ ചൂടും വർദ്ധിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കേരള ഫയർ സർവീസ് അസോസിയേഷൻ ഒരുക്കിയിരിക്കുന്ന കുടിവെള്ള പന്തലിലാണ്. ഈ കുടിവെള്ള പന്തലിൽ നിരവധി പേരാണ് എത്തുന്നത്. കാരണം ഇവിടെ ഔഷധക്കൂട്ടടങ്ങിയ കുടിവെള്ളമാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. ഇതിൻ്റെ സംഘാടകർ, ഇതിൻ്റെ ഉദ്യോഗസ്ഥർ നമ്മളോടൊപ്പം ചെയ്യുന്നത്. എന്താണ് ഈ ഇത്തരത്തിലൊരു കുടിവെള്ളം എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക്, അതും ഔഷധക്കൂട്ടുള്ളൊരു കുടിവെള്ളം എന്നൊരു ആശയത്തിന് പിന്നിൽ? നമ്മളിവിടെ ഈ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് വളരെ വിപുലമായിട്ടുള്ളൊരു സുരക്ഷാ ക്രമീകരണമാണ് അഗ്നിരക്ഷാസേന സജ്ജമാക്കിയിരിക്കുന്നത്. 25 വേദികളിലും നമ്മുടെ സേനാംഗങ്ങൾ ഡ്യൂട്ടി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും തന്നെ ഇന്നലെ ഡ്യൂട്ടി എടുത്ത ആളുകളാണ്. അപ്പോൾ ഞങ്ങളുടെ റെസ്റ്റിലും ഞങ്ങളുടെ ലീവിലും ഇങ്ങനെ ഒരു കുടിവെള്ള വിതരണം നടത്തണം എന്നുള്ളൊരു ആഗ്രഹപ്രകാരം കഴിഞ്ഞ കുറേ വർഷങ്ങളായി സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ പ്രധാന വേദിയുടെ മുന്നിലായിട്ട് ഒരു കുടിവെള്ള വിതരണം നടത്തുന്നുണ്ട്. അപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു കുടിവെള്ള വിതരണമല്ല, വളരെ വിപുലമായിട്ട് തന്നെയാണ് നടത്തുന്നത്. അത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഔഷധക്കൂട്ട് നിറച്ച തിളപ്പിച്ചാറിയ കുടിവെള്ളമാണ്. അപ്പം ഞങ്ങൾ ഏകദേശം നമ്മുടെ ജീവനക്കാർ തന്നെയാണ് ഇത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പുറത്ത് ആളുകളെയൊന്നും വെക്കില്ല, ഇതെല്ലാം നമ്മുടെ ജീവനക്കാർ തന്നെയാണ്. ഏകദേശം പുലർച്ചെ 3 മണിക്ക് നമ്മൾ ഇത് ചൂടാക്കും. 2 മണിക്കൂറോളം എടുത്ത് ചൂടാക്കി പിന്നെ വീണ്ടും ഒരു 2 മണിക്കൂർ എടുത്ത് ആറിയതിന് ശേഷമാണ് ഇത് വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന കുട്ടികൾക്കായാലും പൊതുജനങ്ങൾക്കായാലും രക്ഷിതാക്കൾക്കായാലും ഒരു ശുദ്ധമായിട്ടുള്ള തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കൊടുക്കണം. അത് ഔഷധക്കൂട്ടോടുകൂടി തന്നെ കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിങ്ങനെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഡ്യൂട്ടി ഇല്ല, പക്ഷേ മുണ്ടൊക്കെ എടുത്ത് ഷർട്ടൊക്കെ ഇട്ട് വന്നിരിക്കുന്നത്. പണ്ടത്തെ കലോത്സവ ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ? ആ കലോത്സവം ഇങ്ങനെ തിര തല്ലുന്ന മുഖത്ത് കാണാൻ എല്ലാവരുടെ മുഖത്ത് അത്തരത്തിലൊരു അതെ, ഞങ്ങൾ യൂണിഫോം ഇടുന്ന ആളുകളാണെങ്കിലും എല്ലാവരും പലതരത്തിലുള്ള കലാപരമായിട്ടുള്ള കഴിവുകളുള്ള ആളുകളാണ്. സ്വാഭാവികമായിട്ടും ഒരു ജോലിയുടെ ഭാഗമായി, ഒരു പ്രൊഫഷണലിൻ്റെ ഭാഗമായി ഈ സേനാ വിഭാഗത്തിലേക്ക് കടന്നു വന്നതെങ്കിൽ പോലും പല ആളുകളും പലതരത്തിലുള്ള കലാപരമായിട്ടുള്ള കഴിവുകൾ ഉള്ള അങ്ങനെ ഏതെങ്കിലും ഒരു കലാകാരനെ ഒന്ന് പരിചയപ്പെടുത്താമോ? ചെറിയ രീതിയിൽ നമ്മൾ എഴുത്തുകളുണ്ട്. അത് നമുക്ക് ഡ്യൂട്ടിയുടെ ഇടയിൽ കിട്ടുന്ന സമയം, നമ്മുടെ അനുഭവങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എഴുത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. കലോത്സവത്തെക്കുറിച്ച് ഒരു 2 വാക്ക് പറയാൻ പറഞ്ഞു. ഒരു എഴുത്തുകാരൻ എങ്ങനെയാണ് ഈ കലോത്സവ നഗരിയെ നോക്കിക്കാണുന്നത്? അത് പുതിയൊരു തലമുറയ്ക്ക് നമുക്ക് എന്തൊക്കെ, അതായത് രാഷ്ട്രീയപരമായിട്ടും കലാപരമായിട്ടും ഒരു പുതിയ തലമുറ വളർന്നു വരേണ്ടത് ഇവിടെ നിന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. സന്തോഷമുണ്ടല്ലേ? തീർച്ചയായും വളരെ സന്തോഷമുണ്ട്, വലിയ സന്തോഷം തന്നെയാണത്. കുടിവെള്ള പന്തലിൽ ഈ ഔഷധക്കൂട്ടുകൾ എന്ന് പറയുന്നത് ഈ രാമച്ചം, അതുപോലെ തന്നെ നന്നാരി, അതുപോലെയുള്ള നിരവധി സാധനങ്ങളാണ്. അതായത് ഔഷധക്കൂട്ടിൽ കരിങ്ങാലി, പതിമുഖം, രാമച്ചം, നന്നാരി, ചുക്ക്, ഏലം ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയാണ് ഒരു നല്ലൊരു ഔഷധക്കൂട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഈ വെള്ളത്തിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിൽ തിളപ്പിച്ചാറിയ വെള്ളം കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെ പറഞ്ഞ് ഇത്തരത്തിലൊരു വെള്ളങ്ങളൊക്കെ ഉണ്ടാവും പല ഭാഗങ്ങളിലും. നമ്മൾ സർട്ടിഫൈഡ് ആയിട്ടുള്ള വെള്ളം തന്നെയാണ് കൊടുക്കുന്നത്. സർട്ടിഫൈഡ് ആയിട്ടുള്ള വെള്ളം ആണെങ്കിൽ പോലും അത് തിളപ്പിച്ചാറിയതിന് ശേഷം ഈ വക ഈ ഇത്രയും സാധനങ്ങളിട്ട് വെട്ടി തിളപ്പിച്ചതിന് ശേഷം മാത്രമാണ് കൊടുക്കുക. കാരണം ഒരു കാരണവശാലും ഒരാൾക്കും ഈ വെള്ളം കുടിച്ചതിൻ്റെ പേരിലൊരു ഈ കാലാവസ്ഥ കടും ചൂടാണ്. അപ്പോൾ അതിൻ്റെ ഒന്നും പേരിലൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സംഘടന വർഷങ്ങളായി ചെയ്തു വരുന്ന ഒരു പരിപാടി ഇത്തവണയും ഏറ്റെടുത്തു. അത് നമ്മുടെ സാംസ്കാരിക തലസ്ഥാനത്ത് വളരെ ഭംഗിയായിട്ട് തന്നെ നടത്തിക്കൊണ്ടുപോകുമ്പോൾ തന്നെയാണ്. ഈ ബോർഡിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് കലയുടെ നിറങ്ങളിൽ കലാപ്രതിഭകൾ തിളങ്ങട്ടെ എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ കുടിവെള്ള പദ്ധതിയും വലിയ രീതിയിൽ തിളങ്ങട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു.